ഏവർക്കും ഹാജാസ് PSCയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. 2026 പരീക്ഷകളെല്ലാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടായിരുന്നു, അല്ലെങ്കിൽ 2026 പരീക്ഷ എഴുതിയ ഒരാളാണോ നിങ്ങൾ? 2026 നടന്ന പരീക്ഷകളൊക്കെ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. 2025 പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു വില്ലനെങ്കിൽ 2026 പരീക്ഷകളിൽ മാത്തമാറ്റിക്സ് ഒരു വില്ലനായി വന്നിരിക്കുകയാണ്. മാത്തമാറ്റിക്സിലെ സാധാരണ ട്രഡീഷണലായി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ എല്ലാവരും അധ്യാപകരൊക്കെ ട്രിക്കിലൂടെയൊക്കെ പറഞ്ഞു തരും. അതെടുത്ത് ഇവിടെ എഴുതുക, ഈ നമ്പർ എടുത്ത് ഇവിടെ എഴുതുക, ക്രോസ് ചെയ്യുക, അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഇതാണ് എൻ്റെ ഉത്തരം. ഒരുപാട് നിറയെ കുട്ടികൾ ഈ ഒരു ട്രിക്ക് പഠിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പരീക്ഷ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ജയിച്ചുകൊണ്ടിരുന്നത്. ഈ 2026 പരീക്ഷകളിൽ PSC പരീക്ഷകളിൽ കണക്ക് നൽകുന്ന സൂചന അത്തരത്തിലുള്ള ട്രിക്കുകളൊന്നും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഒരു കുട്ടിക്ക് മാത്സിൻ്റെ വേരറിഞ്ഞ് പഠിക്കാതെ ഇനി ഒരിക്കലും അത്തരത്തിലൊരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ കഴിയില്ല എന്ന ഉത്തമമായ സൂചന PSCയുടെ ഈ 2026 നടന്ന പരീക്ഷകളും 2025 അവസാനം നടന്ന പരീക്ഷകളും ചെക്ക് ചെയ്താൽ, ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളങ്ങനെ പരീക്ഷ എഴുതാതിരിക്കണം. നമുക്ക് പരീക്ഷ എഴുതാതിരിക്കാം, അതൊരു ഓപ്ഷനാണ്. പരീക്ഷ എഴുതാതിരിക്കാം. പിന്നെ കുറേ പരാതികൾ നമുക്ക് പറയാം. പിൻവാതിൽ നിയമനം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട്, റാങ്ക് ലിസ്റ്റിൽ ആർക്കും ജോലി കൊടുക്കുന്നില്ല. ഇതൊന്നും ജോലി കൃത്യമായി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഒരുപാട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ നിയമനങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചോ നടക്കാത്തതിനെക്കുറിച്ചോ അല്ല നമ്മുടെ ചിന്ത. നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ജോലി കിട്ടിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജോലി കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ പഠിത്തം പ്രോപ്പർ അല്ലായിരുന്നു എന്നതാണ്. നിങ്ങളുടെ പഠന രീതികളിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടായിരുന്നു എന്നതാണ്. അതായത് ഈ PSC പരീക്ഷ എഴുതുന്ന 50% ആളുകളുടെയും പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിലെല്ലാം മാത്തമാറ്റിക്സ് നമുക്കൊരു വിഷയമായിരുന്നു, പ്രശ്നമായിരുന്നു. ആ പ്രശ്നം PSCയിൽ വന്നപ്പോൾ വീണ്ടും അത് പ്രശ്നമായി. അതാണ് കാരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതൊന്ന് സോൾവ് ചെയ്യണം. ജോലി വേണമെന്ന രീതിയിൽ നമ്മൾ പഠനം ആരംഭിച്ചതാണ്. എന്തായാലും ഇനി അതൊരു ജോലി കിട്ടാതെ നമ്മൾ പിന്നോട്ടില്ല. അത് നിങ്ങളുടെ തീരുമാനമാണ്, അല്ലേ? അങ്ങനെ അത് നല്ല തീരുമാനം തന്നെയാണ്. ആരെല്ലാം മനസ്സുകൊണ്ട് ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അവരെല്ലാം ജോലി കിട്ടിയിട്ടുണ്ട്. ജോലി കിട്ടുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കൺമുന്നിലൂടെ കടന്നുപോയ, എന്നോടൊപ്പം നിന്നിരുന്ന ഒരുപാട് പേര് ജോലിയിൽ, അൺ അക്കാഡമിയിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്തും അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്ന ഈ കാലയളവിലുമെല്ലാം ആരൊക്കെയാണോ ഇത് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നത് അത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായി നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോയോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയോ ഒരു സാധനം വാങ്ങുന്നത് പോലെ എളുപ്പത്തിൽ എടുത്തുകൊണ്ട് ഒരു PSC പരീക്ഷ ക്രാക്ക് ചെയ്തുകൊണ്ട് പോകാൻ കഴിയില്ല എന്നത് സത്യമാണ്. എങ്കിലും ചില ആൾക്കാർ അങ്ങനെയും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ആക്ച്വലി കോമ്പറ്റേറ്റീവ് എക്സാം, ഒരു ഗെയിമാണ്. ഈ ഗെയിമിൽ ഓരോ തവണ നടക്കുന്ന പരീക്ഷകൾ നമ്മൾ നന്നായിട്ട് വാച്ച് ചെയ്യണം. ഏത് വിഷയമാണ് അവിടെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായത്, അല്ലെങ്കിൽ ഏത് വിഷയത്തിനാണ് ഏറ്റവും കൂടുതൽ അവിടെ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ നോക്കണം. 2025 പഠിക്കുമ്പോൾ കുട്ടികൾ കൂടുതലും സ്ട്രെസ് കൊടുത്തിരുന്നത് കറണ്ട് അഫയേഴ്സിനാണെങ്കിൽ 2026 കാര്യങ്ങളൊക്കെ മാറുകയാണ്. മാത്തമാറ്റിക്സ് ആണ്, മാത്സ്, പിന്നെ ഇംഗ്ലീഷുമുണ്ട്. ഇതൊക്കെ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ആ മാത്സ് എന്ന് പറഞ്ഞ ഏരിയ ഭംഗിയാക്കണം. പ്രിയമുള്ളവരെ, 2019 കൂടി നമ്മുടെ ഈ ഒരു ഹാജാസ് PSC തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഞങ്ങൾ ഇട്ടിരുന്ന ഓരോ മാത്സ് ക്ലാസ്സും പലതും 1,00,000, 50,000, 30,000 ഓരോ വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു ആൾക്കാർ. ഈ ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ മാത്സ് ഫോളോ ചെയ്യുന്ന വേറെയും ഒരുപാട് ചാനലുകൾ, വളരെ ഫേമസ് ആയിട്ടുള്ള ചാനലുകൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഈ ചാനലിൻ്റെ അകത്തൊരു പ്രത്യേകതയുണ്ടായിരുന്നു. എല്ലാ സാധാരണക്കാരനും മാത്സ് കടുകട്ടി എന്ന് മനസ്സിനകത്ത് അരക്കിട്ടുറപ്പിച്ചിരുന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ കഴിയുന്ന തരത്തിൽ ഡൈല്യൂട്ട് ചെയ്താണ് ഈ ക്ലാസ്സുകൾ അന്ന് അവതരിപ്പിച്ചിരുന്നത്. ഇന്ന് ടെക്സ്റ്റ് ബുക്കുകൾ മാറി. ഇന്ന് ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണ് 8, 9, 10 ക്ലാസ്സുകളിലും 5, 6, 7 ക്ലാസ്സുകളിലെല്ലാം പഠിക്കാനുള്ളത്. ആ ടെക്സ്റ്റിനെ ആധാരമാക്കിയാണ് ഇന്ന് PSCയും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളെല്ലാം കൃത്യമായി മാത്തമാറ്റിക്സിൻ്റെ വേരറിഞ്ഞ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സാർ അടുത്ത് പറയാൻ പോകുന്നത് ഫീസ് തന്ന് അല്ല, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ അതായത് LGS ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെ ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വന്നോ, ഈ ചാനലിൽ വന്നോ. നമ്മൾ തിങ്കൾ, ബുധൻ, വെള്ളി 3 ദിവസങ്ങളിൽ ഞങ്ങൾ ക്ലാസ് തരികയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പെയ്ഡ് ക്ലാസ് അല്ല. നിങ്ങൾ ഒരു ചാപ്റ്റർ നിങ്ങൾ ആ ക്ലാസ് ഫോളോ ചെയ്യണം. നമ്മുടെ ചാനലിനകത്ത് ലൈവ് എന്ന് പറയുന്ന ചാനലിൽ കയറിയിട്ട് ലൈവിൽ നോക്കിയാൽ ഇപ്പോൾ AP യുടെ ക്ലാസ്സുകൾ
എടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെയും മറ്റന്നാളും കൂടെ, നാളെയും വെള്ളിയാഴ്ചയും കൂടെ എടുക്കുമ്പോഴത്തേനും ആ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആവുകയാണ്, ഒരു ചാപ്റ്റർ. അത് കഴിഞ്ഞാൽ അതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങളെ ചെയ്യിപ്പിക്കും. അതോടുകൂടി AP എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലോക്ക് ചെയ്യുകയാണ്. AP തീർന്നു. APക്ക് അതിനൊന്നും നമ്മൾ ചെയ്യാനില്ല. ഏതൊരു സിലബസ് ചെക്ക് ചെയ്താലും AP എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ ഒഴിവാക്കിക്കൊണ്ട് മാത്സിനകത്തൊരു സിലബസ് ഇല്ല. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. അടുത്ത് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ട്രെയിൻ അല്ലേ? അത് കഴിഞ്ഞോ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ടൈം ആൻഡ് വർക്ക്. ഇങ്ങനെ ഓരോ ചാപ്റ്ററായി ഓരോ SCERT ടെക്സ്റ്റ് ബുക്ക് അടക്കമുള്ള ഫാക്റ്റുകളെല്ലാം കിട്ടുന്ന തരത്തിൽ നിങ്ങളൊരു ക്ലാസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈവിൽ വന്ന് നിങ്ങളുടെ സംശയങ്ങൾക്ക് ലൈവായി തന്നെ ഉത്തരം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ മറുപടി തന്നുകൊണ്ട് ഒരു ക്ലാസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കമോൺ. ഓക്കെ, അപ്പോൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾ വരുന്ന പരീക്ഷകളിൽ നിങ്ങൾ വിജയിച്ചിരിക്കും. ഒരു കാര്യം കൂടെ, ഞാൻ ഒരു ടിപ്പ് കൂടെ പറയുന്നു. നമ്മൾ എന്താഗ്രഹിക്കുന്നു, എന്താവണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, അത് എല്ലാ ദിവസവും 1 മിനിറ്റെങ്കിലും നിങ്ങളുടെ മനസ്സിനകത്ത് അത് കൊണ്ടുവരണം. നിങ്ങളിൽ ഓഫീസിൽ പോകുന്നതായും അവിടെ പോയി ഒപ്പിടുന്നതായും അവിടെ ജോലി ചെയ്യുന്നതായും അവിടെ നിന്ന് ട്രഷറിയിൽ നിന്ന് പൈസ എടുക്കുന്നതായും ആ ശമ്പളം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായും ഒക്കെ നിങ്ങളുടെ സ്വപ്നം കാണണം. അടുത്ത പരീക്ഷയിലെ ഏറ്റവും ഉന്നതമായ ഒരു റാങ്ക് നിങ്ങളുടെ സ്വപ്നം കണ്ടാൽ നിങ്ങൾ തീർച്ചയായും അതിന് വേണ്ട വിഭവങ്ങളെല്ലാം നിങ്ങൾ ഒരുക്കും. അപ്പോൾ മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ ലൈവ് എടുക്കുകയാണ്. സയൻസ് ഒരുപാട് ഇങ്ങനെ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. സയൻസ് നമുക്കറിയാം, PSCയിൽ നിലവിൽ യൂട്യൂബ് ചാനലിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സയൻസ് കംപ്ലീറ്റഡ് ക്ലാസ് ഇല്ല. അത് നമ്മൾ കൊണ്ടുവരും. അതൊരു 1.5 വരവായിരിക്കും. സയൻസിനകത്തെ മുഴുവൻ മെഡിക്കൽ MBBSന് കുട്ടികൾ പഠിക്കുന്ന ഫാക്റ്റുകൾ വരെ നമ്മൾ സയൻസിൻ്റെ പഴയ ക്ലാസ്സുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സയൻസിൽ ഈ പറയുന്ന ചാനലിലെ ക്ലാസ്സുകളെക്കാൾ മുകളിൽ വ്യൂ വന്ന ഒറ്റ ഒരു യൂട്യൂബ് ചാനലും ഇല്ല എന്ന് ആ ഒരു വസ്തുത നിലനിൽക്കെ നമ്മൾ അതിൻ്റെയും അപ്ഡേറ്റഡ് പീരിയോഡിക് ടേബിളിൻ്റെ, ഹാർട്ടിൻ്റെ, ഹ്യൂമൻ ബോഡിയുടെ രോഗങ്ങൾ, രോഗാവസ്ഥകൾ, അതേപോലെ തന്നെ ലോസ് ഓഫ് മോഷൻ, ഇങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതേപോലെ ആരോഗ്യരംഗം, ഇതെല്ലാം ചേരുന്ന സയൻസിൻ്റെ ക്ലാസ്സുകളും വരുന്നുണ്ട്. അത്യാവശ്യം നമ്മുടെ ചാനലിലേക്ക് കുട്ടികൾ വന്നതിന് ശേഷം നമ്മൾ സയൻസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കും. ഇതൊന്നും പെയ്ഡ് ക്ലാസ് അല്ല എന്നതും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈ ചാനലിലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ വീഡിയോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടികൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക് അയയ്ക്കുക. നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന്, ഈ ക്ലാസ്സുകളൊന്ന് കാണുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം, അതായത് ബുധനാഴ്ച ലൈവിൽ കാണാം. ബൈ ബൈ.